ദൈവവചനത്തിന്റെ ആകർഷണീയത അനുഭവിച്ചവർക്ക് മറ്റുള്ളവരുമായി അത് പങ്കുവയ്ക്കാതിരിക്കാനാവില്ലെന്ന് ഫ്രാൻസിസ് പാപ്പ. ആഗോളസഭയിൽ പ്രഖ്യാപിച്ച ബൈബിൾ ഞായർ ആചരണത്തോടനുബന്ധിച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ചുറ്റി സഞ്ചരിച്ച് വചനം പ്രഘോഷിച്ച യേശു വചനപ്രഘോഷണത്തിന് അതിർവരമ്പുകൾ വയ്ക്കുകയോ പരിധികൾ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ലെന്ന് പാപ്പ പറഞ്ഞു. ദൈവവചനത്തിലൂടെ പിതാവിന്റെ സ്നേഹവലയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടവർ തങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ആ ആകർഷണ വലയത്തിലേക്ക് കൊണ്ടുവരാനുള്ള അടങ്ങാത്ത ആഗ്രഹത്താൽ എരിയുന്ന അപ്പസ്തോലന്മാരായി മാറുന്നുവെന്നും പാപ്പ വ്യക്തമാക്കി. ബൈബിൾ ഞായർ ആചരണത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സമ്മേളിച്ച 5000-ഓളം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. ദൈവവചനത്തോടുള്ള അഭിരുചിയും തിരുവചന ധ്യാനത്തോടുള്ള ആഭിമുഖ്യവും പരിപോഷിപ്പിക്കാൻ 2019 ഫ്രാൻസിസ് പാപ്പ ബൈബിൾ ഞായർ ആചരണം സഭയിൽ ആദ്യമായി പ്രഖ്യാപിച്ചത്. അതുപ്രകാരമുള്ള 4ാമത്തെ ബൈബിൾ ഞായർ ആചരണമാണ് ജനുവരി 22 നടത്തപ്പെട്ടത്. ബൈബിൾ ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വിശുദ്ധ ജെറോമിന്റെ തിരുനാൾ ദിനം ആഘോഷിച്ച 2019 സെപ്റ്റംബർ 30 അപ്പർത്തൂയിത് ഈലിസ് എന്ന തിരുവഴുത്തിലൂടെയാണ് ഫ്രാൻസിസ് പാപ്പ ബൈബിൾ ഞായർ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ കണ്ടത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു എന്ന തിരുവചനമായിരുന്നു ഇപ്രാവശ്യം ബൈബിൾ ഞായർ ആചരണത്തിന് പ്രമേയമായി തിരഞ്ഞെടുത്തിരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവ് ആഴത്തിലാക്കാനുള്ള എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്തത്തിന് പുതിയ മാനം നൽകുക എന്നതാണ് സുവിശേഷവൽക്കരണത്തിനുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി നേതൃത്വം നൽകുന്ന ഈ പ്രത്യേക ആഘോഷത്തിന്റെ ലക്ഷ്യം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പമുള്ള ദിവ്യബലിയിൽ ഇറ്റലി, കോങ്കോ, ഫിലിപ്പീൻസ്, മെക്സിക്കോ, UK എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്മായ പ്രതിനിധികൾക്ക് മതബോധന ശുശ്രൂഷയിലേക്കും ആരാധനാക്രമ തിരുക്കർമ്മങ്ങളിൽ സഹശുശ്രൂഷയിലേക്കും ഔദ്യോഗിക നിയമനവും നൽകപ്പെട്ടു. 6 സ്ത്രീകളും 4 പുരുഷന്മാരും അടങ്ങുന്ന അന്മായ പ്രതിനിധി സംഘത്തിന് പാപ്പ വിശുദ്ധ ഗ്രന്ഥവും കുരിശുരൂപങ്ങളും സമ്മാനിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.